So flat belts and pulleys, that is module 5. So whenever the power has to be transmitted from one shaft to another shaft. See, so ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. This is another shaft. So whenever the power has to be transmitted from one shaft to another shaft, flexible elements such as belt, rope, chains, etc. are used. Pulleys are mounted over the shaft or on the shaft, and continuous belt or rope is passed over to them. In belts and ropes, power is transmitted due to friction between belt and pulley. The amount of power is transmitted depends upon several factors such as velocity of belt, tension in the belt, mass of the belt, arc of contact between belt and pulley. ഈ ആർക്ക് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളിനൊക്കെ ഉള്ള ഫിഗേഴ്സ് നെക്സ്റ്റ് സ്ലൈഡിൽ വരും, അപ്പോൾ തിരിയും. നെക്സ്റ്റ്, വാട്ട് ആർ ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബെൽറ്റ്? ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബെൽറ്റ് ആൻഡ് റോപ്പ് മസ്റ്റ് ബി സ്ട്രോങ്, ഫ്ലെക്സിബിൾ ആൻഡ് ഡ്യൂറബിൾ. ഇറ്റ് മസ്റ്റ് ഹാവ് ഹൈ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഏതൊക്കെ ബെൽറ്റ് യൂസ് ചെയ്യുന്നത്? ലെതർ ബെൽറ്റ്, റബ്ബർ ബെൽറ്റ്, കോട്ടൺ ബെൽറ്റ്, ബലാറ്റ ബെൽറ്റ്. ഓക്കെ. Figure shows a flat open belt drive. Flat belt drive is one in which the width of the belt is larger than the thickness. Okay. ഇതാണ് തിക്നെസ്. ഈ കാണുന്നത് ബെൽറ്റ് ഇങ്ങനെ ഉണ്ടാവുക. ഈ കാണുന്ന ഭാഗമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് തിക്നെസ്സും ഇതാണ് വിഡ്ത്ത്. ഈ സൈഡിൽ നോക്കുമ്പോൾ കാണുന്നത്. Flat belt drive is one in which the width of the belt is larger than the thickness. These are used where a large amount of power has to be transmitted. A flat belt drive is said to be open type if the pulleys are rotated in the same direction. Okay. രണ്ട് പുള്ളീസും ഒരേ ഡയറക്ഷനിൽ കറങ്ങും. അപ്പോൾ അതെന്താണ്? ഫ്ലാറ്റ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Flat belt drive is said to be cross type. Figure shows a cross flat belt drive കാണാൻ പറ്റും. Cross belt. A flat belt drive is said to be cross type if the pulleys are rotated in the opposite direction. If both pulleys are rotated in the opposite direction. Okay. If the pulleys are rotated in the opposite direction. Next, ഒരു ഫ്ലാറ്റ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ ടു കാൽക്കുലേറ്റ് ദിസ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബെൽറ്റ്. ബെൽറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് തുടങ്ങിയാൽ അത് ബെൽറ്റ് ഇതിൽ കൂടി പാസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇത്രയും ലെങ്ത് ഉണ്ട്. സോ ഹൗ ടു കാൽക്കുലേറ്റ്. അപ്പോൾ ഇത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. സോ അത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ബെൽറ്റിൻ്റെ ലെങ്ത് എത്ര വേണം? ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്ന സാധനം. ഇതാണ്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആംഗിൾ, ഇവിടെ മുതൽ ഇവിടെ വരെ, ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സോ ലെങ്ത് ഓഫ് ദി ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് L = 2C. C മീൻസ് സെൻറ്റർ ടു സെൻട്രൽ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. C എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻട്രൽ ഡിസ്റ്റൻസ് ആണ് C. ഓക്കെ. ക്യാപിറ്റൽ ലെറ്റർ D എന്ന് പറയുന്നത് diameter of the larger pulley, that is driver. Capital letter D means diameter of the larger pulley, that is the driver. Okay. Pinna small letter D is the diameter of the smaller pulley, that is driven. Diameter of the smaller pulley, that will be driven. C means center distance between the pulleys. Capital letter L means total length of the belt.
ഈ ഫൈനെ നമ്മൾ പറഞ്ഞു വരുന്നത് ആംഗിൾ ഓഫ് റാപ്പ് എന്ന് പറയും. WRAP, ആംഗിൾ ഓഫ് റാപ്പ്. അതാണ് ഫൈ എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് റാപ്പ് ആണ്. തീറ്റ എസ് എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് സ്മോളർ പുള്ളി. തീറ്റ എസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് സ്മോളർ പുള്ളിയാണ് തീറ്റ എസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആർ മീൻസ് റേഡിയസ് ഓഫ് ദി ലാർജർ പുള്ളി അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി ലാർജർ പുള്ളി ഡ്രൈവർ, അത് ക്യാപിറ്റൽ ലെറ്റർ ഡി. സ്മോളർ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി സ്മോളർ പുള്ളി, അത് ഡ്രിവൻ. C means center distance between the pulleys. L means total length of the belt. Phi means angle of wrap. Theta S is the angle of contact of smaller pulley. Okay, angle of contact of smaller pulley. അതായത് ഈ ഒരു പോയിന്റിൽ ഇവിടെ മുതൽ ഇവിടം വരെ ആ ബെൽറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വീലിന്റെ മുകളിലുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് ബെൽറ്റ് വീലുമായിട്ട് കോണ്ടാക്ട് വിടുകയെന്ന് ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലാണോ കോണ്ടാക്ട് വിടുന്നത്, ഏത് പോയിന്റിൽ വെച്ചാണോ ബെൽറ്റും പുള്ളിയും തമ്മിലുള്ള സർഫസ് കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഈ കാണുന്ന ആംഗിൾ, ഓക്കെ, ഇവിടെ മുതൽ തുടങ്ങിയിട്ട് ഇവിടം വരെയുള്ള ആംഗിൾ, ആ ആംഗിൾ അതാണ് നമ്മൾ തീറ്റ എസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ തീറ്റ എസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് സ്മോളർ പുള്ളി. S means smaller, L means larger, and theta L means angle of contact of ലാർജർ പുള്ളി. കണ്ടില്ലേ, ബെൽറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് ബെൽറ്റ് ലീവ് ചെയ്യുന്നത്, അതേമാതിരി ബെൽറ്റ് ഇവിടെ നിന്നാണ് ഇതിലേക്ക് വരുന്നത്. കണ്ടോ, ഈ പോയിന്റിൽ തുടങ്ങിയിട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ വീലിന്റെ സർഫസിൽ കൂടി ആ ബെൽറ്റ് ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നാണ് വീലിന്റെ സർഫസും ബെൽറ്റും തമ്മിലുള്ള കോണ്ടാക്ട് വിടുന്നു. സോ ആ ആംഗിൾ എവിടെ നിന്ന് കോണ്ടാക്ട് തുടങ്ങി എവിടെ നിന്ന് കോണ്ടാക്ട് ലീവ് ചെയ്യുന്നു, അപ്പൊ അത്രയും ആംഗിൾ ആണ് എന്തെന്ന് തീറ്റ എൽ എന്ന് പറയുന്നത്. തീറ്റ എൽ മീൻസ് angle of contact of larger pulley. So theta L is equal to 180 plus 2 phi. ഇവിടെ ഒരു phi ഉണ്ട്, ഇവിടെ ഒരു phi ഉണ്ടല്ലോ, angle of wrap. So theta L is equal to 180 plus 2 phi. ഇവിടെ theta S പറഞ്ഞാൽ ഈ മൊത്തം ആംഗിൾ 180 മൈനസ് ഓഫ് 5 plus 5. So 180 minus 2 phi. അപ്പോൾ ലെങ്ത് ഓഫ് ദി ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് L is equal to 2c plus pi by 2 into capital letter D plus small letter d plus capital letter D minus small letter d whole square divided by 4c. capital letter D എന്താണ്, small letter d എന്താണ്, c എന്താണെന്നുള്ള കാര്യം അറിയാം. പിന്നെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ലാർജർ പുള്ളി, ഇത് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 290 14.2b എന്ന് പറയുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്യാം. അതേമാതിരി ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഫോർ ലാർജർ പുള്ളി തീറ്റ എൽ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് തീറ്റ എൽ ഇസ് ഈക്വൽ ടു പൈ പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ഡി മൈനസ് സ്മോൾ ലെറ്റർ ഡി ഡിവൈഡ് ബൈ 2c എന്ന് കാണാൻ പറ്റും. അത് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 289 ആ ഇക്വേഷൻസ് കാണാൻ പറ്റും. അതേമാതിരി തീറ്റ എസിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. തീറ്റ എസ് സ്മോളർ പുള്ളിൻ്റെ കേസിൽ അതാണ് പൈ മൈനസ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ഡി മൈനസ് സ്മോൾ ലെറ്റർ ഡി ഡിവൈഡ് ബൈ 2c. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 289 14.1a തീറ്റ എസ്. തീറ്റ എലിമെന്റ്സ് ലാർജർ പുള്ളിന്റെ കേസിലുള്ള ഇക്വേഷൻസ്, അത് പൈ പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ഡി മൈനസ് സ്മോൾ ലെറ്റർ ഡി ഡിവൈഡ് ബൈ 2c. തീറ്റ എസ് മീൻസ് സ്മോൾ പുള്ളിന്റെ കേസിൽ ഡാറ്റാ ബുക്ക് റെഫർ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും.